അമേരിക്കയിൽ നിന്ന് വീണ്ടും ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥിയുടെ മരണവാർത്ത പുറത്തുവരികയാണ്. 19കാരനായ ശ്രേയസ് റെഡ്ഡിയെ ഒഹിയോയിലെ സിൻസിനാറ്റിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒഹിയോയിലെ ലിൻഡർ സ്കൂൾ ഓഫ് ബിസിനസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു ഇയാൾ. 3 ലക്ഷത്തിലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന യുഎസിൽ സംഭവിച്ച ഈ വർഷത്തെ തന്നെ 4ാമത്തെയും ഈ ഒരു ആഴ്ചയിലെ 3ാമത്തെയും ദാരുണമായ സംഭവമാണിത്. ശ്രേയസിന്റെ മാതാപിതാക്കൾ ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. വിദ്യാർത്ഥിയുടെ മരണകാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ മിഷൻ ശ്രേയസിന്റെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് പ്രതികരിച്ചിട്ടുമുണ്ട്. ഓഹിയോയിലെ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ശ്രീ ശ്രേയസ് റെഡ്ഡി ബെനിഗരിയുടെ ദൗർഭാഗ്യകരമായ വിയോഗത്തിൽ അഗാധമായ ദുഃഖമുണ്ട്. കോൺസുലേറ്റ് കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകും. ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ എക്സ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് പറയുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വലിയ വിഭാഗവും ഉപരിപഠനത്തിനായി യുഎസ് തെരഞ്ഞെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ 2 ലക്ഷത്തോളം പേർ സ്റ്റുഡന്റ് വിസയിൽ അമേരിക്കയിലെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന ദുരന്ത വാർത്തകൾ മാതാപിതാക്കളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിലാണ് പർഡ്യൂ സർവകലാശാലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിയായ നീൽ ആചാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ചയായിരുന്നു ആചാര്യയെ കാണാനില്ലെന്ന് അമ്മ പരാതി നൽകിയത്. മാത്രമല്ല, മകനെ കണ്ടെത്താൻ അവർ സഹായ അഭ്യർത്ഥനകളും നടത്തിയിരുന്നു. ആചാര്യയെ അവസാനമായി കണ്ടത് ഒരു യൂബർ ഡ്രൈവറാണെന്നും അയാൾ കുട്ടിയെ ക്യാമ്പസിൽ കൊണ്ടുവിട്ടുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ വിദ്യാർത്ഥിയെ കാണാതായി മണിക്കൂറുകൾക്ക് ശേഷം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു മൃതദേഹം കണ്ടെത്തി. അത് ആചാര്യയുടേതാണെന്ന് തെളിഞ്ഞു. മറ്റൊരു കേസിൽ ഹരിയാനയിലെ പഞ്ച്കുല നിവാസിയായ വിവേക് സൈനിയെ ജനുവരി 16-ന് ജോർജിയയിലെ ലിത്തോണിയയിൽ ഒരാൾ ചുറ്റികയടിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. ചുറ്റിക കൊണ്ട് 50 തവണയാണ് സൈനിക്ക് അടിയേറ്റത്. ലിത്തോണിയയിൽ MBA ബിരുദം ചെയ്തുകൊണ്ടിരുന്ന വിവേക് സൈനി ഒരു സ്റ്റോറിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് വീടില്ലാത്ത ഒരാൾ അഭയം തേടി വരികയും സ്റ്റോറിന്റെ മുൻപിൽ തന്നെ കിടന്നും അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചും പോന്നിരുന്നു. പുറത്ത് കഠിനമായ തണുപ്പായിരുന്നതിനാൽ ആരും ഇയാളെ പറഞ്ഞുവിട്ടില്ല. ഭവനരഹിതനായിരുന്ന ജൂലിയൻ ഫോക്നർ എന്ന കൊലപാതകിക്ക് മരണപ്പെട്ട സൈനി ജാക്കറ്റും നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ഫോക്നറുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയും ഭയവും തോന്നിയതിനെ തുടർന്ന് വിവേക് ഇയാളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിൽ വൈരാഗ്യം തോന്നിയ ജൂലിയൻ സൈനി ജോലി കഴിഞ്ഞു പോകുവാൻ നിന്ന സമയം ഇയാളെ ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തുമ്പോൾ വിവേക് സൈനി മരിച്ചു കിടക്കുന്നതും അതിനു മുകളിൽ ജൂലിയൻ കയറി നിൽക്കുന്നതുമാണ് കാണുന്നത്. മറ്റൊരു കേസിൽ 18കാരനായ അകുൽ ധവാൻ എന്ന വിദ്യാർത്ഥിയെ ഇല്ലിനോയി യൂണിവേഴ്സിറ്റി ഓഫ് ഉർബാന ചാമ്പയിനു പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തണുത്തു മരവിച്ച് കാണപ്പെട്ട ഇയാളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതിനെ തുടർന്ന് മരണകാരണം ഹൈപ്പോതെർമിയ മൂലമാണെന്ന് കണ്ടെത്തി. എന്നാൽ അകുൽ ധവാനെ കാണാനില്ലെന്ന് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം സർവകലാശാലയിലെ പോലീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നും അനാസ്ഥയും നിഷ്ക്രിയത്വവും ഉണ്ടായെന്ന ആരോപണം ധവാന്റെ മാതാപിതാക്കൾ ഉന്നയിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു.